പ്രശ്നോത്തര രത്നമാലികയിൽ 12 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. അവിടെ മൊത്തം 34 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. തുടർന്ന് 13-ാം ശ്ലോകം. കോനർത്ഥഫലോ മാനഃ കാ സുഖദാ സാധുജനമൈത്രീ സർവവ്യസനവിനാശേ കോ ദക്ഷഃ സർവഥാ ത്യാഗീ. കോനർത്ഥഫലോ മാനഃ കാ സുഖദാ സാധുജനമൈത്രീ സർവവ്യസനവിനാശേ കോ ദക്ഷഃ സർവഥാ ത്യാഗീ. കഹ അനർത്ഥഫലഃ. കഹ അനർത്ഥഫലഃ. അനർത്ഥഫലം എന്താണ്? അനർത്ഥഫലം എന്ന് പറഞ്ഞാൽ അനർത്ഥത്തെ ഫലമായി ഉണ്ടാക്കുന്നത്. യാതൊന്നിൻ്റെ ഫലം അനർത്ഥമാണോ അതാണ് അനർത്ഥഫലം. ഇനി വേണമെങ്കിൽ അനർത്ഥത്തിൻ്റെ ഫലം എന്നും പറയാം. അനർത്ഥത്തിൻ്റെ ഫലം, 2 രീതിയിലും അർത്ഥം പറയാം അനർത്ഥഫലത്തിന്. അനർത്ഥസ്യ ഫലം അനർത്ഥഫലം, അനർത്ഥം ഫലം യസ്യ അനർത്ഥഫലം, രണ്ടും പറയാം. എന്താണ് അനർത്ഥഫലം? മറുപടി മാനഃ. മാനമാണ് അനർത്ഥഫലം. അനർത്ഥത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ ഫലമാണ് മാനം. അഥവാ ജീവിതത്തിൽ എല്ലാ അനർത്ഥങ്ങളെയും ഉണ്ടാക്കുന്നതാണ് മാനം. 2 രീതിയിലും അർത്ഥം മനസ്സിലാക്കൂ. ഇവിടെ മാനം എന്ന് പറഞ്ഞാൽ ദുരഭിമാനം എന്നർത്ഥം മനസ്സിലാക്കണം. കാരണം പ്രാണികൾക്കെല്ലാം മാനം ആവശ്യമാണ്. മനുഷ്യന് വിശേഷിച്ചും മാനം ആവശ്യമാണ്. അവനവൻ്റെ മാനം കാക്കേണ്ടത്, പരിരക്ഷിക്കേണ്ടത് അവനവൻ്റെ കർത്തവ്യമാണ്. അപ്പം മാനം വേണ്ടെന്നോ മാനം അനർത്ഥമാണെന്നോ പറഞ്ഞാൽ ശരിയല്ല. എന്നാൽ അനർത്ഥകരമായി എവിടെ മാനത്തെ പറയുന്നുവോ ശാസ്ത്രങ്ങളിൽ, അവിടെ നമ്മൾ ദുരഭിമാനം എന്നർത്ഥം മനസ്സിലാക്കണം. ദുർമാനം, ഒരു തരത്തിലും അരുതാത്ത അർത്ഥശൂന്യമായ മാനം. അത് ധനത്തെ സംബന്ധിച്ചാവാം, ജനത്തെ സംബന്ധിച്ചാവാം, യൗവനത്തെ സംബന്ധിച്ചാവാം, അറിവിനെ സംബന്ധിച്ചാവാം, സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചാവാം, പലതിനെ സംബന്ധിച്ച്. അതൊന്നും അർത്ഥമുള്ളതല്ല. നമ്മൾ തന്നെ ചിന്തിച്ചു, നളിനീ ദല ഗത ജലം പോലെ തരളമാണ് യൗവനവും ധനവും ആയുസ്സുമല്ല. എന്നിരിക്കെ എന്തിനെക്കുറിച്ച് അഭിമാനിക്കാനാണ്? അഭിമാനിക്കുന്നതിലൊരർത്ഥവുമില്ല. എങ്കിലും മനുഷ്യർക്ക് അനർത്ഥകരമായ മാനം, ദുരഭിമാനം ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് വിവേകം ചെയ്ത് ദുരഭിമാനത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യവും ഉത്തരവും. കോനർത്ഥഫലോ മാനഃ കാ സുഖദാ സാധുജനമൈത്രീ. കാ സുഖദ. സുഖത എന്താണ്? സുഖദ എന്ന് പറഞ്ഞാൽ സുഖത്തെ നൽകുന്നവൾ. സുഖം ദദാതി ഇത് സുഖദ. സുഖത്തെ നൽകുന്നവൾ ആര് എന്ന ചോദ്യം. ആരാണ് നമുക്ക് ജീവിതത്തിൽ സുഖത്തെ നൽകുന്നവൾ? അവിടെ പലപ്പോഴും ആരാണ് സുഖത്തെ നൽകുന്നവളെന്ന് ചോദിച്ചാൽ അനുകൂലമായി നമ്മോട് വ്യവഹരിക്കുന്നവൾ ആരോ അവൾ സുഖത്തെ നൽകുന്നു എന്നൊക്കെയാണ് സാമാന്യമായി നമ്മൾ അർത്ഥം പറയുക, ഉത്തരം പറയുക. എന്നാൽ ഇവിടെ പറയുകയാണ് സാധുജനമൈത്രീ. സാധുജനങ്ങളുമായുള്ള മിത്രതയാണ് ജീവിതത്തിൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നത്. സാധുജനങ്ങളെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠജനങ്ങൾ. സാധുജനങ്ങളെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ. അവനവൻ്റെ ധർമാചാരത്തിൽ കഴിയുന്നവർ, തത്വവിചാരത്തിൽ കഴിയുന്നവർ, അവനെ വഞ്ചിക്കണം അവളെ വഞ്ചിക്കണം എന്നുള്ള ചിന്തകളില്ലാതെ ആർജവത്തോടുകൂടി സ്വപരഹിതം ചെയ്തുകൊണ്ട് കഴിയുന്നവരാണ് സാധുജനങ്ങൾ. അവനവൻ്റെ ഹിതവും അവർ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഹിതവും ചെയ്യുന്നു. സ്വപര ഹിതോദ്യത എന്ന് നേരത്തെ പറഞ്ഞു.
തൻ്റെയും മറ്റുള്ളവരുടെയും ഹിതത്തിൽ സദാ ഉദ്യതനായിരിക്കുന്നവൻ, ഉദ്യമിച്ചിരിക്കുന്നവൻ, അയാളാണ് സാധു. അങ്ങനെയുള്ള സാധുജനങ്ങളുമായി, ശ്രേഷ്ഠന്മാരുമായി മൈത്രി ഉണ്ടാവുക, മിത്രത ഉണ്ടാവുക. മൈത്രി, മിത്രത, കൂട്ടുകെട്ട്, സത്സംഗം എന്ന് പറയാം. ഇപ്പോൾ സാധുജനങ്ങളുമായുള്ള സംഘം, സത്സംഗം, സജ്ജനങ്ങളുമായുള്ള മിത്രത, കൂട്ടുകെട്ട്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സുഖം നൽകുന്നത്. അതുമാത്രമേ ശാശ്വതമായ സുഖം നൽകൂ എന്നർത്ഥം. കാ സുഖദാ സാധുജനമൈത്രീ സർവവ്യസന വിനാശേ കോ ദക്ഷഃ. അടുത്ത ചോദ്യം, സർവവ്യസന വിനാശേ കഹ ദക്ഷഃ. സർവവ്യസന വിനാശത്തിൽ ആരാണ് സമർത്ഥൻ? വ്യസനം എന്ന് പറയുമ്പോൾ വിധേയത്വം, അടിമത്തം എന്നൊക്കെ പറയാം. അനേക വ്യസനങ്ങളുണ്ട്. ഇപ്പോൾ മദ്യപാന വ്യസനം, മദ്യപാനത്തിന് അടിമയായിരിക്കുക എന്നുള്ളതാണ് മദ്യവ്യസനം എന്നും പറയാം. അല്ലെങ്കിൽ സ്ത്രീ വ്യസനം, സ്ത്രീ വിഷയത്തിൽ തന്നെ ആസക്തനായി അതൊരു വ്യസനമായി ജീവിതത്തിലുള്ളവൻ. ഇങ്ങനെ ഒട്ടനവധി വ്യസനങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാവാം. ഓരോ വ്യസനവും ഓരോ അടിമത്തമാണ്. അപ്പോൾ ജീവിതത്തിലുള്ള സർവവ്യസനങ്ങളെയും നശിപ്പിക്കുന്നതിൽ ആരാണ് സമർത്ഥൻ? കോ ദക്ഷഃ. ആരാണ് സമർത്ഥൻ? ഇതാണ് ചോദ്യം. മറുപടി, സർവഥാ ത്യാഗി. എല്ലാ പ്രകാരത്തിലും ത്യാഗിയായ ആൾ. ത്യാഗത്തിലൂടെ മാത്രമേ വ്യസനങ്ങളെ അതിക്രമിക്കാൻ കഴിയൂ. ത്യാഗശീലൻ മാത്രമാണ് ശക്തൻ വ്യസനങ്ങളെ ഇല്ലാതാക്കാൻ. അപ്പോൾ ത്യാഗത്തെ സ്തുതിച്ചുകൊണ്ട് ത്യാഗി മാത്രമാണ് സർവ്വവ്യസനങ്ങളെയും അതിക്രമിക്കുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്.